ഉന്നത വിദ്യാഭ്യാസം തേടി കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് തടയാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി. കുറച്ചുപേർ വിദേശത്ത് പഠിക്കുന്നതുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകരില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും കുട്ടികൾ കേരളത്തിൽ പഠിക്കാനെത്തുന്നുണ്ട്. എവിടെയാണ് പഠിക്കേണ്ടതെന്ന് കുട്ടികൾക്കറിയാം. ലോകം കുട്ടികളുടെ കൈവെള്ളയിലാണ്. രക്ഷിതാക്കളല്ല, കുട്ടികളാണ് എവിടെ പഠിക്കണമെന്ന് രക്ഷിതാക്കളോട് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം ശക്തമാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. നമ്മളെ നാട്ടിനെ പറ്റി എപ്പോഴും ഈ വല്ലാതെ എങ്ങനെയെങ്കിലും ഇതൊന്നും തകർന്നു കിട്ടണേ എന്നൊരു മനസ്സും കൊണ്ട് നടന്നാൽ ഇങ്ങനെ ചില ഗീതങ്ങൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. സർ, നമ്മുടെ നാട് മാറുകയാണ്, നമ്മുടെ നാട് പുരോഗമിക്കുകയാണ്. നാം എല്ലാവരും ഈ നാട് കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണല്ലോ വേണ്ടത്. എന്തിനാണ് ഇങ്ങനെയൊരു നിഷേധാത്മക സമീപനവും കൊണ്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സർ, ഇവിടെ ഇതെല്ലാം നാടിനല്ലേ ഗുണം പിടിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളർന്നു വരുമ്പോൾ അത് നാടിൻ്റെ വലിയ മാറ്റമല്ലേ കുറിക്കുക. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങുകയല്ലേ. ആ ഒത്തിണങ്ങുന്നതിന് വേണ്ടിയല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിനല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തേക്ക് സംസ്ഥാനത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും കുട്ടികൾ ഇങ്ങോട്ട് വരാൻ പോവുകയാണ് പഠിക്കാൻ. എന്നാൽ നാം കാണേണ്ടത്, നമ്മുടെ നാട്ടിൽ നിന്ന് സംസ്ഥാനത്തിന് പുറത്തോ രാജ്യത്തിന് പുറത്തോ പോകുന്ന കുട്ടികളെ ആകെ നിരോധിക്കാനൊന്നും നമുക്ക് കഴിയില്ല. കുട്ടികൾക്കെല്ലാം ഇപ്പോൾ ഓരോ അഭിപ്രായങ്ങളുണ്ട്. അവരുടെ ഉള്ളം കയ്യിലാണ് ലോകം. അവർക്കറിയാം എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച്. ആ അഭിപ്രായങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ അവർ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി രക്ഷിതാക്കളെയും അവർ മാറ്റുകയാണ്. ആ തരത്തിൽ ധാരാളം കുട്ടികൾ പുറത്തു പോകുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്താകെയുള്ളൊരവസ്ഥയാണ്. നാം അതിന് നേരിടേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കഴിവുകൾ വർദ്ധിക്കണം, ആ രംഗം കൂടുതൽ പ്രാപ്തമാക്കണം, എല്ലാ രീതിയിലും മികവുറ്റതാക്കണം. മികവാർന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് നാം ഉദ്ദേശിക്കുന്നത്. ആ ഘട്ടത്തിലും ചിലർ പുറത്തുപോയി എന്ന് വരും. അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ തകർന്നുപോയി എന്ന് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. നാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതാണ് സ്വീകരിക്കുന്നത്. അതിന് ഫലമുണ്ടായിട്ടുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും.